ഇത് പടം എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളുണ്ട്. എല്ലാവരും കാണണം. നല്ല പടമാണ്. ഇത് പടം എങ്ങനെയുണ്ട്? അടിപൊളി. പടം എങ്ങനെയുണ്ട്? ഇത് പടം എങ്ങനെയുണ്ട്? ഇത് പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? സൂപ്പർ പടം. എല്ലാരും വന്ന് കാണോട്ടാ. പിന്നെ അങ്ങനത്തെ ഒരു പക്ക പടം. മറ്റേ നമുക്കത് ഫൈറ്റിങ്, ഡാൻസ്, നമ്മളെ ഷൈലോക്ക്, അതുപോലെ ബിഗ് ബി, അതുപോലെ നല്ല ഇത് അതും ഒരു ത്രില്ലർ, ഒരു മൂഡ് പടം. നമ്മളെ മനസ്സിച്ചതായ പോലത്തെ ചെറിയ സാധനം ഉണ്ട് ഒരു പെണ്ണിൻ്റെ. അത് പെണ്ണല്ല, ആണ് പെണ്ണായതാ. അങ്ങനത്തെ ചെറിയൊരു കോമഡി, നമുക്കാർ തമാശയൊക്കെ ഉണ്ട്. പക്ഷെ അത് കണ്ടിരിക്കാം. കുറച്ച് ഒരു നീണ്ട വലിവുണ്ട്, എന്നാലും കുഴപ്പമില്ല. നല്ല വെറൈറ്റി പടം. ഡാൻസ് മമ്മൂട്ടി സ്റ്റെപ്പ് ഇട്ടതല്ലേ, നമുക്ക് നല്ല സ്റ്റെപ്പല്ലേ, കുഴപ്പമില്ല. നല്ല മൂഡ് പടം. ഇപ്രാവശ്യം ഈ പടം തൂക്കും. എനിക്ക് ഇഷ്ടമായി. ഇനി ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും അറിയില്ല, കാരണം ഇതൊരു വെറൈറ്റി പടമല്ലേ. നിങ്ങൾ കാണുക, നിങ്ങൾ നല്ല ഓനിപ്പോ കുഴപ്പമൊന്നുമില്ല, കാരണം ഒരു വെറൈറ്റി പടമല്ലേ. നമുക്കറിയാം, ഞാൻ കുറെ പടം കണ്ടിട്ടുണ്ട്. ബിഗ് ബി കണ്ടിട്ടുണ്ട്. അതൊന്നല്ല, ഇത് വേറെ ലെവൽ. ഇത് ഈ പ്രശ്നം നോക്കും. ഇപ്പോൾ ഓൾറെഡി ഒന്നുമില്ല. നന്നായിട്ട് നമുക്ക് ഗോകുൽ സുരേഷ് നല്ല അടിപൊളി കൂട്ടായിട്ടാണ്, നല്ല സൂപ്പറായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്, എല്ലാം കൊണ്ടും സൂപ്പറാണ്. കോമഡി ഉണ്ട്, കോമഡി ഉണ്ട്, മമ്മൂട്ടിയുടെ നൈസ് കോമഡി ഉണ്ട്. പതുക്കെ പതുക്കെ പടം വന്നത്. പിന്നെ അവസാന ക്ലൈമാക്സ് ഒക്കെ കൊള്ളാം. ഇങ്ങനെ സസ്പെൻസ് ത്രില്ലറാണോ പടം? സസ്പെൻസ് ഉണ്ട്. അടുത്തൊരു പാർട്ട്, സെക്കൻഡ് പാർട്ട് കാണുമോ പടത്തിന്? അത് അറിയില്ല. പടം പക്ഷെ കൊള്ളാം, ഇത് കൊള്ളാം. മമ്മൂക്ക മികച്ച ഒരു നടനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം പല സിനിമകളും തെളിയിക്കുന്നതാണ്, ഇനി തെളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ 2025 അദ്ദേഹത്തിന്റെ വർഷമാണോ എന്ന് വെച്ചാൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അത്ര വലിയൊരു സിനിമയൊന്നുമല്ല, ആവറേജ് സിനിമ തിയേറ്ററിൽ വന്ന് കാണാം. ഒരു തമിഴ് ടച്ച് ഉണ്ട് സിനിമയ്ക്ക്. ഗൗതം മേനോന്റെ ആദ്യ മലയാള ഡയറക്ഷനാണ്. അത് വളരെ മികച്ച സിനിമയാണോ എന്ന് വെച്ചാൽ അത്ര ഒരു മികച്ച സിനിമയല്ല. ഇതിന്റെ സ്ക്രിപ്റ്റും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. സിനിമ നമ്മളെ എന്നെ പേഴ്സണലി എനിക്ക് നിരാശയുണ്ട്. മമ്മൂട്ടിയുടെ ആരാധന നിരാശ. അവസാനം ഒരു ട്വിസ്റ്റ് പോലും ഇല്ലാത്തൊരു പടം. സാധാരണ ഒരു നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഡിറ്റക്റ്റീവ് ഒരു ആ ലെവലിൽ പ്രതീക്ഷിച്ച പടം അവസാനം ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചു. അത്ര വലിയ ട്വിസ്റ്റൊന്നുമല്ല. ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഒരുപാട് വന്നു പോയി. ഒരു ഗൗതം വാസുദേവ മേനോന്റെ പടം നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ വന്നു. മമ്മൂട്ടി കമ്പനിയുടെ ഒരു പ്രതീക്ഷയായിട്ടായിരുന്നു, അതൊക്കെ പോയി. എല്ലാം പോയി എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി കമ്പനിയുടെ ആദ്യത്തെ പൊട്ടപ്പടമാണ്. ഈ സീരീസ് ഇവിടെ തുടങ്ങാതിരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. കാരണം എന്ന് പറഞ്ഞാൽ പൊട്ടപ്പടം വന്നാൽ ഇനി മാല പോലെ പൊട്ടാതിരുന്ന ഭാഗ്യം. അത്രയും തല്ലിപ്പൊളി പടം. വളരെ ലാഗാണ്, കണ്ടിരിക്കാൻ ഒന്നും കൊള്ളില്ല. അത്രയും ലാഗായിട്ട് നമ്മൾ ഒരു ഇഷ്ടവുമില്ല, ഒരു പിന്നെ സസ്പെൻസ് ഒന്നുമില്ല. പക്ഷേ വളരെ സീരിയസ് ആയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. ഭയങ്കര രസമായിരുന്നു. ൂപ്പിലുമായിട്ടുള്ള സീൻസ് നമുക്ക് അഭിനയിച്ചിട്ടുണ്ട് രണ്ടുപേരും. അപ്പം അതുകൊണ്ട് നമ്മൾ ചിരിച്ച് കളിച്ചിരുന്ന് കണ്ടുകൊണ്ടിരുന്നൊരു ത്രില്ലർ എന്ന് പറയാം. പക്ഷേ ശരിക്കും ഇതിലൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് വളരെ ട്വിസ്റ്റൊക്കെ ഉള്ള ഒരു സിനിമയാണ്. എല്ലാവർക്കും തിയേറ്ററിൽ വന്ന് കണ്ടാൽ ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതെ, അസലായിട്ടുണ്ട്. ബ്രില്യൻസ്. ആ